ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപാടെ തന്നെ കിച്ചണിൽ കയറുന്നുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയുള്ള സവോള, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതുപോലെ ചില്ലി ചിക്കൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തും വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ ഐസൊക്കെ മാറി വരാൻ കുറച്ച് താമസമാണ്. അങ്ങനെ ചില്ലി ചിക്കന് വേണ്ടിയുള്ള ഇഞ്ചിയും ക്യാപ്സിക്കും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിയാണോ, ഒന്നെങ്കിൽ ജാറിലിട്ട് ചതച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയാലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും എല്ലാം ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ സവോള എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം കൂടി അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവോളേനെക്കാട്ടിയും കൂടുതൽ കുറച്ച് ക്യാപ്സിക്കമാണ് എടുക്കുന്നത്. എനിക്ക് കൂടുതലും ക്യാപ്സിക്കം ഇടുന്നത് കേട്ടോ ഇഷ്ടം സവോളേനെക്കാട്ടിയും. അങ്ങനെ നമ്മൾ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം സവോള കട്ട് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചിക്കൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചിക്കൻ പീസ് കുറച്ച് വലുതായിട്ടുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോൺസ് ഉള്ള പീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പീസ് വെച്ച് ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ബോൺസ് ഉള്ള പീസ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ബഹ്റൈനിൽ പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെയാണ് നമ്മൾ കിച്ചണിൽ കയറിയത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇക്കായും ഐസും ഒന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കും കേട്ടോ, എല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാം നമ്മളൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ എല്ലാ പരിപാടിയും ഓയിലിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓയിലൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ ഇക്ക എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാവേൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ ഇക്കായും. അപ്പോൾ നമുക്കിന്നൊരു 9:30 ഒക്കെ ആകുമ്പോൾ ബഹ്റൈനിൽ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലത്തെ പണിയൊക്കെ തീർക്കണം.
അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം വേറൊരു പാൻ വെച്ച് നമ്മൾ ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവോളയൊന്നും അധികം വാട്ടിയെടുക്കുകയൊന്നും വേണ്ട, അധികം വെന്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പൊടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അതിന് ശേഷം നമുക്ക് സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഡ്രൈ ആയിട്ട് ഉള്ള ചില്ലി ചിക്കനാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഗ്രേവി ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കൻ കുരുമുളകും സവോളയും ഉപ്പും ചേർത്ത് വിസിലടുപ്പിച്ച് സ്റ്റോക്കാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണമായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആകും കേട്ടോ. അത് തന്നെ കറി നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മൾ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചില്ലി ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ചില്ലി ചിക്കനൊക്കെ റെഡിയായതിന് ശേഷം വാവയ്ക്കുള്ള കുറുക്കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇക്കയുടെ ഉമ്മയും നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. രണ്ടാമത്തെ തവണയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കുറുക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര രാവിലെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ തന്നെ മടിയാണ്. അപ്പോൾ ഇത് കഴിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും എൻ്റെ സമാധാനത്തിന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ എത്രയും പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലോട്ട് പോയിട്ടോ. ആ സമയമായപ്പോൾ ഇക്ക എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷെ വാവ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ആളുടെ കുറുക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം ജനലൊക്കെ ഒന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 9:30 ആകുമ്പോഴാണ് കേട്ടോ ബഹ്റിനിൽ പോകുന്നത്. അപ്പോൾ തന്നെ ഡ്രൈവറിക്ക വരുന്നത്. അപ്പോൾ അധിക ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം മാത്രം അവിടെ നിന്നതിന് ശേഷം ബാക്കിയുള്ള പണിക്ക് പോയി. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് പൊറോട്ട ആണ് കേട്ടോ. ചില്ലി ചിക്കനും പൊറോട്ടയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനുള്ള ടൈമില്ല, അതുകൊണ്ട് തന്നെ പാക്കറ്റ് പൊറോട്ട ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പണ്ടേതോ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഐഡിയുടെ പൊറോട്ട ആണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല പൊറോട്ട ആണ് കേട്ടോ, നല്ല ടേസ്റ്റ്. നമ്മൾ വീട്ടിലുണ്ടാകുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്നത്. അങ്ങനെ
അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇക്കായൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മൾ ചില്ലി ചിക്കനും ഒക്കെയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കൂടെ കടിഞ്ചായയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ചില്ലി ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വാവേനെയൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്ത് ആളൊരു കുറുക്ക് തുള്ളി പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുങ്ങിയതിന് ശേഷം വാപ്പിയായിട്ട് നല്ല കളിയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഡ്രൈവറിക്ക് വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടോ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പതിവ് പോലെ ബഹ്റൈനിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ബഹ്റൈനിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ പുതിയ ഡ്രൈവറിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസിന് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ തലേദിവസം വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാനും ഐസും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബഹ്റിനിൽ എത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ എണീറ്റത്. അപ്പോൾ ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ നമ്മൾ സംഭവമൊക്കെ ശരിയായി വരാൻ കുറച്ച് താമസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അങ്ങനെ മാഷാഅല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ബഹ്റൈനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാനെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അതിനുശേഷം വാവയ്ക്കുള്ള കപ്പ് കേക്കും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കപ്പ് കേക്കായിരുന്നു. എപ്പോഴും മേടിക്കുന്ന സെയിം കപ്പ് കേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ തിരിച്ചു പോകാൻ നേരം ആൾ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഞായറാഴ്ച ദിവസങ്ങളിലെ വഴിയരികിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കച്ചവടം നടത്തൂലേ, അതുപോലെ തന്നെ ഇവിടെയും ഫ്രൈഡേ കച്ചവടമൊക്കെ നടത്തും കേട്ടോ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് സാധനമൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അത് മേടിക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കൂടുതലും ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു കച്ചവടം നടത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അറബികളും എല്ലാം നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് ആക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി ആട്ടോ മേടിക്കുന്നത്. കഴിഞ്ഞ തവണയും മേടിച്ചാൽ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്തവണയും അത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക ഇവിടെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണി കയ്യിൽ കിട്ടി. പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം കേട്ടോ ബാക്കി വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു, അതുപോലെ ഇതുപോലൊരു ഗ്രേവി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ചട്നിയാണ്, പക്ഷെ അതല്ല, എന്തോ ഗ്രേവിയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ ഹൈദരാബാദി ബിരിയാണി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വാവയ്ക്കും കൊടുത്ത് ഞങ്ങളെല്ലാം കഴിച്ചു. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി എൻ്റെ ഫേവറേറ്റാണ്. ഇക്കേക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പോൾ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഉപ്പിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്ട്രോബെറി നല്ല പുളിയായിരുന്നു കേട്ടോ. ഇച്ചിരി പോലും മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ കളർ കാണുമ്പോൾ നല്ല മധുരമുള്ള ടൈപ്പാണെന്ന് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം ഒരുപാട് പേര് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് സ്ട്രോബെറി ആയിട്ട് മിക്സ് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഗാലക്സിയുടെ ഈ കോക്കനട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്താൽ ശരിയാവുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്ട്രോബെറിയിലേക്ക് നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടറും കൂടി ചേർത്താട്ടോ മെൽറ്റ് ചെയ്തത്. തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ അധികം ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, എന്തായാലും ഗാലക്സിയുടെ ചോക്ലേറ്റ് അല്ലേ. അങ്ങനെ ജസ്റ്റ് നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിക്കുകയാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് എന്തായാലും ചോക്ലേറ്റും ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ സ്ട്രോബെറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മിക്സൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വാവ് വരുന്നുണ്ട്. അപ്പോൾ ആൾ നല്ല അലമ്പാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ പുളിയുള്ള സ്ട്രോബെറി ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക ചോക്ലേറ്റിൽ തേങ്ങ ഉള്ളതുകൊണ്ട് കേട്ടോ മെൽറ്റ് ആകാതെ പോയത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിന് പകരം വല്ല ഗാലക്സി അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.